രാവിലെ അടുക്കളയിലോട്ട് വരുമ്പോൾ ഇതുപോലെ സ്കൂളിലെ ദിവസങ്ങളിൽ തലേദിവസം അരച്ച് വെച്ച മാവൊക്കെ ഉണ്ടെങ്കിൽ ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ വേഗം ഇഡ്ഡലിക്ക് ഇന്നലെ അരച്ച് വെച്ചിട്ടുള്ള മാവാണ്, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ വേഗം ചായ ഉണ്ടാക്കിയിട്ടാണ്. എന്തായാലും അപ്പനും മദ്രസയ്ക്ക് പോകണം, അപ്പോൾ വേഗം അവനക്ക് കൊടുത്തു. അങ്ങനെ ഒക്കെ വന്ന് അവനെ മദ്രസയ്ക്ക് കൊണ്ടുപോയി. ഇനി നമുക്ക് വേഗം ഉള്ളി ചമ്മന്തി ഉണ്ടാക്കുക കേട്ടോ. നമ്മൾ ഇഡ്ഡലിക്കുള്ളത്. പിന്നെ തലേദിവസം രാത്രി നമ്മൾ ഈ മീൻ വറ്റിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ സാമ്പാറുണ്ട് ഫ്രിഡ്ജിൽ, മത്ത സാമ്പാർ, അതും എടുത്ത് ചൂടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വേറെ ചട്നിയൊന്നും ഉണ്ടാക്കണില്ല, ഇത്രയും മതിയല്ലോ. രാവിലെ സാമ്പാറും ചമ്മന്തിയും മീൻകറിയും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സനക്കുട്ടി തന്നെയാണ് കൊണ്ടുപോകണത്, അവൾക്ക് വേറെ ഫുഡൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. കാരണം ചോറ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ അതെല്ലാം മന്തി ബിരിയാണി അങ്ങനെയൊക്കെ ആണെങ്കിൽ കഴിക്കുമെന്നല്ലാതെ വെറും ചോറ് കഴിക്കുകയാണെങ്കിൽ അവൾക്ക് സ്പെഷ്യലായിട്ടുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം കേട്ടോ. അപ്പോൾ നാഷ്ട തന്നെയാണ് കേട്ടോ ഞാൻ കൊടുത്തയക്കാറുള്ളത്. ആദ്യം രാവിലെ പോകുമ്പോഴൊന്നും കഴിക്കാതെ പോയിരുന്നാണ്, 1-2 പ്രാവശ്യം അവൾക്ക് പണി കിട്ടിയിട്ടാണ്. തല കറങ്ങിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞാലൊന്നും കഴിക്കാതെ പോയിരുന്ന ആളാണ്. ഇപ്പോൾ വേഗം ചോദിച്ച് വാങ്ങി കഴിച്ചിട്ട് പോകും. അങ്ങനെ അവളും പോയി കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരുന്നുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ മുറ്റമൊക്കെ അടിച്ച് വാരി 2 സൈഡൊക്കെ അടിച്ച് വാരി ചെടിക്കൊക്കെ ഒന്ന് വെള്ളം നനച്ച് കൊടുത്തു. വെള്ളം നനയാതെ തന്നെ നമുക്ക് വളർന്നു കൊണ്ട് നിൽക്കുന്ന നിറയെ പുല്ലുകളുണ്ട് കേട്ടോ. അത് എത്ര പറിച്ചാലും പിന്നെയും വന്നുകൊണ്ടേയിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ.